Hi guys, welcome to the episode 4 of Sleep Podcast. And ഇന്ന് നമ്മളോടുള്ള ഫഹദാണ്. ഫഹദ് is my batchmate and he's currently pursuing MBA in finance. അപ്പോൾ ജസ്റ്റ് ഫഹദിനോട് അവന്റെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ്. ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത ബാങ്കിങ് സെക്ടറിലായിരുന്നു. സോ അതിനെപ്പറ്റി ബേസിക് ആയിട്ടൊന്ന് അറിയാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. സോ ദിസ് ഫഹദ്. ഹായ്. സോ ഫഹദ്, അപ്പം ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ എത്ര നാൾ ഉണ്ടായിരുന്നത്? 2 മാസമായിരുന്നു എനിക്ക് ഇന്റേൺഷിപ്പ്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ മണ്ണൂത്തിയിലായിരുന്നു. 2 മാസമായിരുന്നു എന്റെ ഇന്റേൺഷിപ്പ്. അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, വർക്കിംഗ് ഷെഡ്യൂൾ ഒക്കെ ആയിട്ട്? ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു ഇനീഷ്യലി. അതും നമ്മൾ ഇത്ര നാള് സ്റ്റുഡൻസ് ആയിട്ട് 20-21 വർഷത്തോളം ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വർക്കിംഗ് കൾച്ചറിലോട്ട് കയറുമ്പം അത് ബാങ്കിങ് സെക്ടറിലോട്ട് ഒരു 2 ആഴ്ച നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് ബ്ലെൻഡ് ആവാൻ. സ്ലീപ്പിനൊക്കെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണല്ലേ? അതെ. അതെ. സോ അവിടുത്തെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കോവർക്കേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ദൈവത്തെ കോപ്പറേറ്റീവ്, നിന്നെ കൊണ്ട് വെൽക്കം ചെയ്യാനും കാര്യത്തിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി? ഇനീഷ്യലി പറയുവാണെങ്കിൽ എല്ലാരും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ബാങ്ക് അല്ല ഇന്റേൺഷിപ്പ് ആണ്, അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവും, അത് ഇന്റേൺസ് വരുന്നവർക്ക് സീറ്റ് പോലും കിട്ടത്തില്ല എന്നൊരു ഇത് പറയുമായിരുന്നു എല്ലാരും. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ അസിസ്റ്റന്റ് മാനേജർ ആ ഒരു പോസ്റ്റ് ഇരിക്കുന്ന എനിക്ക് വേണ്ടി കസേരയൊക്കെ മാറിത്തരുന്ന ആ ഒരു ഇതായിരുന്നു. വർക്കിംഗ് കൾച്ചർ നല്ലായിരുന്നു അവിടെ. ആ ഒരു നല്ല സപ്പോർട്ടീവ്, നമ്മളെ പഠിപ്പിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരുന്നു എല്ലാവരും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. പലയിടത്തും നമ്മൾ ഇന്റേൺഷിപ്പിന്റെ ഇത് കേൾക്കുമ്പോൾ പലരും പല ഹൊറിഫിക് സ്റ്റോറീസ് പറയാറുണ്ട്. അപ്പൊ അത്രയും വെൽക്കമിംഗ് ആയിട്ട് ഒരു ടീമിന്റെ അടുത്ത് എത്തിയത് അത്ര നല്ല കാര്യം തന്നെ കാണാം. അപ്പൊ അത് പിന്നെ ഇവിടെ ലീഡ് കോളേജിലെ വൺ ഓഫ് ദി ടോപ്പ് സ്റ്റുഡൻസ് തന്നെയാണ് പറഞ്ഞത്. അക്കാഡമിക്കലി വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. സോ ഈ സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഈ അക്കാഡമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പം എത്രത്തോളം ഉറങ്ങുന്നതും നിനക്ക് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മെമ്മറി റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് കണക്ഷൻ ഉണ്ടോ? ലൈറ്റ് സ്ലീപ്പർ ആണോ, ഡീപ് സ്ലീപ്പർ ആണോ? അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറികളിൽ ഒന്നാണ്. അത് ശരിക്കും നമുക്ക് മനസ്സിലായത് നമ്മൾ PG MBA അഡ്മിഷൻ എടുത്ത സമയത്തായിരുന്നു. അതായത് എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന ആദ്യത്തെ 1 മാസം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഒരു മാക്സിമം ഒരു 10 മണി തൊട്ട് 11 മണി വരെയുള്ള സമയത്ത് രാത്രി നേരത്തെ ഉറങ്ങുന്ന ആളാണ് ഞാൻ. ഇവിടെ വന്നപ്പോ ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നത് ഒരു 2 മണി 3 മണിയൊക്കെ ആവാൻ തുടങ്ങി. അറിയാലോ, തുടക്ക സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ന്യൂസ് അനാലിസിസ് ഒക്കെ കിട്ടിയ സമയം എല്ലാരും ഇരിക്കുന്നു, അത് ചെയ്യുന്നു, അസൈൻമെന്റ് വരുന്നു, അത് ചെയ്യുന്നു, ആ ഒരു പ്രോസസ്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ 8:30 ക്ലാസ് തുടങ്ങുന്നു. ആദ്യം നല്ല ബുദ്ധിമുട്ടി, നല്ല ഉറക്കം ഒന്ന് മാനേജ് ചെയ്യാൻ. ഇപ്പോഴും സെയിം ടൈം ഒക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉറങ്ങാം എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും എല്ലാം മാറി. ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പം ഇനീഷ്യലി ഇന്ന സമയത്ത് തന്നെ ഉറങ്ങണം എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന് ഒരു വിശ്രമിക്കാൻ ഒരു സമയം കിട്ടിയാൽ അപ്പൊ ഉറങ്ങും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ ഡിഗ്രി പഠിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഷെഡ്യൂൾ ആയിരിക്കും പോയിട്ടുണ്ടാവും. ഇവിടെ പോലെ അത്ര ഹെക്ടിക് ആയിരിക്കത്തില്ല. അപ്പൊ ഡിഗ്രി ടൈമിൽ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ തന്നെ കിട്ടും നമുക്ക്, അല്ലെ? അത്ര ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കിട്ടുമായിരുന്നു. ഇവിടെ വന്നപ്പോ അത്രയും കിട്ടില്ല. അപ്പൊ അത് നിന്റെ ഈ സ്റ്റഡീസിന്റെ അല്ലെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നതായിട്ട് നീ കാണുന്നുണ്ട്? അങ്ങനെ ചോദിച്ചാൽ നമുക്കിപ്പം നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ എക്സാം ടൈം ടേബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് മാത്രം പഠിക്കാൻ തുടങ്ങുന്നവരായതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിന്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടൊന്നല്ല, എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങിയിട്ടുള്ളത് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിലായിരിക്കും, എക്സാമിന്റെ സമയങ്ങളിൽ. അപ്പം കൂടുതൽ നേരം എന്നോട് എന്റെ ഉമ്മച്ചി വാപ്പിച്ചി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എക്സാമിന്റെ സമയത്ത് പഠിക്കുന്ന അളവിനേക്കാളും പഠിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ അതിന്റെ ഇടയ്ക്കുള്ള റെസ്റ്റിംഗ് ടൈമും കൂടുതൽ വേണം, അത് ഉറക്കം. നമ്മൾ ഇത്ര പഠിച്ചു കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം നമ്മുടെ ഉറക്കം കളഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തോരം പഠിക്കുന്നോ അതിന്റെ ഇപ്പൊ ഒരു 1 മണിക്കൂർ പഠിച്ചാല് അരമണിക്കൂർ ഒന്ന് കിടക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു ഇത്. നമ്മള് കൂടുതൽ നമ്മുടെ തിങ്കിങ് പ്രോസസ് ആണെങ്കിൽ നമ്മൾ ആലോചിച്ച് കിടന്നാൽ തന്നെ നമുക്കൊരു അത്ര മനസ്സിൽ ഫിക്സ് ആവുന്ന പോലെയാണ്. എക്സാം സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഉറക്കം ഉറച്ച് വെളുപ്പിനെ വരെ ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ എക്സാം എഴുതാൻ പോകുന്നതും ഒരുപാട് പഠിക്കരുതെന്നല്ല, അത്യാവശ്യം പഠിച്ചിട്ട് ഒരു വിശ്രമമൊക്കെ നടന്ന് അത്യാവശ്യം ഉറങ്ങിയിട്ട് രാവിലെ എക്സാം എഴുതാൻ പോകുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാനും ഇതേപോലെ ഇങ്ങനെ ഓൾ നൈറ്റർ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നതായിട്ട് ഞാനും അതേപോലെ എമ്യുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അവരോട് ചോദിക്കും എങ്ങനെയാണ് രാത്രി മൊത്തം ഉറങ്ങാതിരിക്കുന്നത്. അവര് പറയും ഞാൻ എനർജി ഡ്രിങ്ക്സ് റെഡ് ബുൾ ഒക്കെ കുടിച്ചിട്ടാണ്. ഞാനും ട്രൈ ചെയ്ത് ഫസ്റ്റ് ടൈം ഇതൊക്കെ എനർജി ഡ്രിങ്ക് അടിക്കും. അപ്പൊ അതടിച്ച് കഴിഞ്ഞിട്ട് രാത്രി മൊത്തം ഇങ്ങനെ ഉറങ്ങാതിരുന്നു.
ഈ പഠിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതിന്റെ എഫക്ട് കാരണം. പിന്നെ രാവിലത്തെ എക്സാം ചെല്ലുമ്പോൾ ഈ ഉറക്കം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റത്തില്ല. അത് വളരെ വാല്യൂബിൾ ആയിട്ടൊരു പോയിന്റ് ആണ് ഇപ്പൊ ഫഹദ് പറഞ്ഞത്. അതും പാരന്റ്സ് അങ്ങനെ എൻകറേജ് ചെയ്യുന്നു പറയുമ്പോൾ എത്രത്തോളം ബ്രെയിൻ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റെസ്റ്റും കൊടുക്കണം എന്ന് പറയുന്നത്, അങ്ങനെ ഞാൻ ഇതുവരെയായിട്ട് പാരന്റ്സ് തന്നെ എൻകറേജ് ചെയ്യുന്നത് കാണുന്ന ഒരു റേറായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഐ തിങ്ക് അവർ നിന്നെ റൈറ്റ് രീതിയിൽ തന്നെ അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. സോ അപ്പൊ അതെ ഈ പ്രൊഡക്ടിവിറ്റി വെച്ച് പറയുമ്പോൾ നീ പറയുന്ന ഈ സ്ലീപ്പ് കൂടുതൽ കിട്ടുമ്പോൾ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയെന്നല്ലേ ഇവിടെ ഇവൻ ദോ ഈ മൊത്തം ഷെഡ്യൂൾ മാറിയെങ്കിലും ഇവൻ സിൻസ് യു ഫോളോ ദ സെയിം റുട്ടീൻ സ്റ്റഡിങ് പെർഫോമൻസ് ഒക്കെ സ്റ്റഡീസിൽ നല്ലോണം കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതല്ലേ? അതെ, ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. ഐ സി ഐ സി ഐ സി. അപ്പം നമ്മൾ ഇന്റേൺഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഈ ഉറക്കത്തിന്റെ കാര്യം? അവിടെ ഈ വർക്ക് സ്ട്രെസ് കാരണം കുറച്ച് ഡിലേസും അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ അതിലോട്ട് സൂട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നോ, അതോ കുറെ നാൾ എടുത്തോ അതിൽ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി? ഒരു 2 ആഴ്ച എന്തായാലും അഡ്ജസ്റ്റ് ആവാൻ എടുത്തായിരുന്നു. കാരണം നമ്മള് സ്ഥിരം താമസിക്കുന്ന ഞാൻ ഒരു ഇൻഡിവിജ്വലി ഒരു റൂം എടുത്ത് അവിടെയായിരുന്നു നിന്നിരുന്നത്. അപ്പം എന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക്, കാരണം നമ്മുടെ ഹോസ്റ്റലാകുമ്പോൾ നമ്മൾ ഇത്രയും പേരേ ഉണ്ട്, ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അതിന്റെ ഒരു ഇനീഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതും ഈസി ആയി കൂപ്പപ്പ് ചെയ്തു. എന്നാലും വർക്കിംഗ് അവേഴ്സിന്റെ മാത്രമായിരുന്നില്ല പ്രശ്നം. വർക്കിംഗ് അവേഴ്സ് അവിടെ 9 to 5, മാക്സിമം പോയ 9 to 7 എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ നമ്മൾ ആ റൂമിൽ വരുന്നു, നമ്മൾ ആ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഓൺലൈൻ കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഒരു കമ്പൽസറി ഇതുണ്ടായിരുന്നു, അറ്റൻഡൻസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ മറ്റേ ഇന്റേൺഷിപ്പ് ലാസ്റ്റ് ഒക്കെ ആയപ്പം കുറച്ചൊരു സ്ലീപ്പ് ടൈമിന് ഒരു ഇഷ്യൂ വന്നു. ഐ സി ഐ സി. അങ്ങനെ ഇതേ ഉള്ളൂ. അപ്പൊ ഈ ബെഡിൽ കിടക്കാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് എത്ര മണിയായിട്ടുണ്ടോ അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഓൺലൈൻ കോഴ്സ്, ഇന്റേൺഷിപ്പ്, പിന്നെ അതിന്റെ കൂടെ തന്നെ അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ ഒരു സമയം എത്ര മണിയായിരിക്കും? ഒരു 11 മണി ഒക്കെ ആകുമ്പോൾ കിടക്കുമായിരുന്നു. പിന്നെ രാവിലെ 11 മണി. ഒരു ആ 6:45, 7 ആകുമ്പം എന്റെ ഒരു ഇതെന്ന് വെച്ചാല് ഞാൻ എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും ഒരു 7 മണി കൂടുതൽ മാക്സിമം രാവിലെ ഉറങ്ങത്തില്ല, ഓ. തന്നെ എണീക്കും. അല്ലെങ്കിൽ അത്രയ്ക്ക് ക്ഷീണം, അതായത് ഈ എക്സാം ഫൈനൽ എക്സാം ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമൊക്കെയാണ് ഞാൻ പിന്നെ ഒരു 9 മണി ആ ഒരു ടൈം വരെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. ഐ സി ഐ സി. ആഫ്റ്റർനൂൺ നാപ്സ് എടുക്കുന്ന ഒരാളാണ്. ആ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ കമ്പൽസറി ആയിട്ട് അത് എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനൊരു ഒരു കേസ് സ്റ്റഡി സംതിങ് വായിച്ചിട്ടുണ്ട്. ജപ്പാനിലാണോ കൺട്രിയുടെ പേര് മറന്നുപോയി. എംപ്ലോയീസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും കമ്പൽസറി ആയിട്ട് ആ 1 to 2 ആ ഒരു ടൈമില് ഒരു ആ, നാപ്പ് എടുക്കണം. അത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ സംതിങ് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നോ അങ്ങനെ എന്തോ ഉണ്ട്. ഐ സി ഐ സി. സോ ഇപ്പൊ ഈ സ്ട്രെസ്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഉള്ള ബിഗിനിങ് ഉള്ള സ്ട്രെസ്, ആ ഒരു ഷെഡ്യൂൾ മാറിപ്പോ പിന്നെ ഇന്റേൺഷിപ്പിന് ചെന്നപ്പോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെസ്. അപ്പൊ ഈ സ്ട്രെസ്സും നിന്റെ സ്ലീപ്പുമായിട്ട് എന്തെങ്കിലും കോറിലേഷൻ തോന്നിയിട്ടുണ്ടോ? ഈ സ്ട്രെസ് കൂടുമ്പോൾ ഉറക്കത്തെ ബാധിക്കുന്നു, അല്ലെ സ്ട്രെസ് ഉണ്ടെങ്കിലും ലൈക്ക് നിനക്ക് സ്ലീപ്പ് ആ ഒരു തറവായിട്ട് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ ഒരു തോട്ടാണോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. കാരണം നമുക്കത് സ്ട്രെസ് ഉള്ള സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ഉറക്കം കറക്റ്റ് കിട്ടാത്ത പോലെ തോന്നുക, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് കാം ക്വൈറ്റ് മ്യൂസിക് അത് കേട്ടോണ്ട് കിടന്നുറങ്ങുക, ഓ നൈസ്. അങ്ങനെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഐ സി. അപ്പം സ്ട്രെസ്ഡ് ആകുമ്പോൾ ഇങ്ങനെ റിലാക്സിങ് ടൈപ്പ് മ്യൂസിക് കേൾക്കുമ്പോൾ മൈൻഡ് ഒന്നും കൂടെ ഒന്ന് അതെ കാമാവും. അത് വെച്ചിട്ട് കീപ് ഓൺ അതെ അതെ സ്ലീപ്പിംഗ്. ഒരു റൂട്ടീനോട്ട് അതെ എത്താൻ പറ്റുന്നുണ്ട്. സോ ഐ സി ഐ സി. അപ്പൊ കോപ്പ് ഉണ്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടെന്ന് ഓൾറെഡി പറയാം. അപ്പൊ ഈ ഉണ്ട്. ഇന്റേൺഷിപ്പ് അല്ലെ അവിടെ ഇസാഫിൽ വർക്ക് ചെയ്ത സമയത്ത് എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഈ ഇപ്പം സ്ലീപ്പ് കുറവ് കിട്ടുമ്പോൾ എന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് സ്ലീപ്പ് അത്രത്തോളം കിട്ടിയില്ലെങ്കിൽ ദെൻ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പോറാൻ നല്ല ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓൺ ദ സിറ്റുവേഷൻ ആയിക്കാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് പെട്ടെന്ന്. പക്ഷെ അപ്പം ഉറക്കം ശരിക്കും അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല, അല്ലെ എടുക്കാൻ ഭയങ്കര മോണോട്ടോണിക് ആയിട്ട് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും ചിലപ്പോൾ എടുക്കേണ്ട വരിക. അപ്പൊ നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടോ? ഈ സ്ലീപ്പ് അത്രയും ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ്? ഞാൻ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിലാണ് തോന്നുന്നു, ഞാനും നമ്മുടെ ബാച്ചിൽ ആദർശ് ഇല്ലേ നിങ്ങളുടെ കൂടെ ഉള്ള, ആ. ഞങ്ങൾ രണ്ടുപേരും പ്രസിഡൻസി കോളേജിലെ ഒരു പേപ്പർ പ്രസന്റേഷന് പോയത് ബാംഗ്ലൂര്. ആ, അവിടെ ഒരു ഓർമ്മയുണ്ട്. എക്കണോമിക്സ് ആ ഒരു റിലേറ്റഡ് ഒരു പേപ്പർ പ്രസന്റേഷന് പോയതാ. ഞങ്ങക്ക് രാത്രിയായിരുന്നു ട്രെയിൻ. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ടിക്കറ്റ് സ്ലീപ്പർ കിട്ടിയില്ല. ഞങ്ങൾ ജനറലിലാണ് അവിടെ പോയത്. അറിയാലോ ബാംഗ്ലൂരിലുള്ള ജനറലിന്റെ കമ്പാർട്ട്മെന്റ് എങ്ങനെ ആയിരിക്കും, അതൊരു സീസൺ ടൈമും ആയിരുന്നു. അന്ന് ലിറ്ററലി രാത്രി മൊത്തം ഉറങ്ങാതെ നിൽക്കുക, ഇടയ്ക്ക് നിൽക്കുക, ഇടയ്ക്ക് ഇരിക്കുക. പിറ്റേന്ന് രാവിലെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുണ്ട്.
ആ ഒരു അവസ്ഥയിൽ അവിടെ പോയി ഇരുന്നിട്ട് ലിറ്ററലി അവരവിടെ ആ സ്പീച്ച് പറയുമ്പോഴും എന്റെ പേര് മേലെ നമ്മുടെ ടീമിന്റെ പേര് വിളിക്കുമ്പോഴും ഞാൻ ആ ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് അവർ ഉറങ്ങി വീഴുകയായിരുന്നു എന്നുള്ള അവസ്ഥയായിരുന്നു. വൺ ഓഫ് മൈ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു സ്ലീപ്പ് ആയിരുന്നു അത്. ഒരിക്കലും നമ്മളൊരു അത് ആരുടെയും മിസ്റ്റേക്കും അല്ല, ഒരു നമ്മുടെ ലൈഫിന്റെ കണ്ടീഷനാണ്. അതായത് നമുക്കൊരു ചിലര് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പോലും മര്യാദയ്ക്ക് ഒരു പെർഫെക്റ്റ് സ്ലീപ്പ് എടുക്കാതെ പോകുന്നവരുണ്ട്. അത് ലിറ്ററലി നമ്മൾ അവിടെ പോയി, എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ഞാൻ അവിടെ എന്താ പ്രസന്റ് ചെയ്തത്, അല്ലെ അവിടെ എന്താണ് എന്റെ പേപ്പറിനെ കുറിച്ച് പറഞ്ഞതെന്ന്. നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതിന് പോലും നമ്മുടെ ആ ഒരു സ്ലീപ്പിന്റെ കുറവ് കാരണം ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും വേഴ്സ്റ്റ് സ്ലീപ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടായിട്ട് വേഴ്സ്റ്റ് ഓർമ്മയിലുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ? ഡെഫിനറ്റ്ലി. ഇവിടെ ഫസ്റ്റ് ടൈം ഞങ്ങൾ B2B കസ്റ്റമറിനെ അക്വയർ ചെയ്ത സമയത്ത് ഇവിടെ ഫസ്റ്റ് പ്രസന്റേഷൻ ചെയ്യണം. ബേസിക്കലി നമ്മൾ എന്താണ്, പ്രൊഡക്ട്സ് എങ്ങനെയാണ്, ഇവരുടെ പർട്ടിക്കുലർ ഫീൽഡിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യണം. ആൻഡ് യു ആർ ആക്ച്വലി മീറ്റിംഗ് വിത്ത് ടോപ്പ് പീപ്പിൾ ലൈക്ക് CEO, GM അവരൊക്കെ ആയിട്ടാണ് നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാനും അജിത്തും ഉണ്ട്, വിനോദ് സാറും കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് ദ വൺ ഹാൻഡ്ലിംഗ് പ്രസന്റേഷൻ. അപ്പൊ രാത്രി ഫുൾ നൈറ്റ് ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പണിയെടുത്തു ഈ പ്രസന്റേഷൻ മണ്ട്. ഇവൻ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാ, പക്ഷെ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക രാത്രി മൊത്തം ഇരുന്ന്. അന്ന് ഉറങ്ങിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ ലിറ്ററലി നേരെ പോയി കുളിച്ച് റെഡിയായി പോവാ. അതിരാവിലെ എണീറ്റ് പോവാ. അവിടെ 9:30-ക്കാണ് മീറ്റിംഗ് പറഞ്ഞിരുന്നത്. വലിയ ഹോളിൽ അവരെല്ലാവരും വന്ന് നിൽക്കുക, ടോപ്പ് ഓഫ് ദ പീപ്പിൾ റൈറ്റ്. ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടോപ്പ് ആൾക്കാർ അവിടെ ഇരിക്കുക, അവർ പ്രസന്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ സ്റ്റാർട്ടഡ് റൈറ്റ്. യൂഷ്വലി ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി ഇമോഷൻസ് ഒക്കെ ഇട്ട് ഇച്ചിരി കൂടെ നല്ല ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേരിയേഷൻ ഇൻ ദ വോയിസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇത് ഭയങ്കര മോണോട്ടോണിക് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഈ മറ്റേ സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ ചെയ്യുന്ന, ഡിഗ്രി ടൈമിൽ ചെയ്യുന്ന ഭയങ്കര മോണോട്ടോണിക് ആയിട്ട് പറയും. ഇവന്തോ സ്റ്റഫ് നമ്മൾ അതിൽ എഴുതി വെച്ചതെല്ലാം കാര്യമുള്ള കാര്യമായതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് ആക്സെപ്റ്റഡ് പ്രപ്പോസൽ. പക്ഷേ തിങ് വാസ് ലൈക്ക് നമുക്ക് അതിനെക്കാട്ടി ഒരു 10 ഇരട്ടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ഇപ്പൊ നിന്റെ കേസ് തന്നെ നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അവിടെ ചെന്ന് സ്ലീപ്പിന്റെ ഈ ഒരു ഇഷ്യൂ കാരണം എത്രത്തോളം അതിനെ ഇമ്പയർ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം അവർക്ക് ഇവന്തോ ഈ സീനായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് സ്വയം തോന്നി ലൈക്ക് എന്ത് പറ്റി, എനിക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല, ഇത്രയും വർക്ക് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ആ ഒരു മൈൻഡ് യൂണോ. അല്ലാതെ അതൊരു എന്റെ ലൈഫിൽ സ്ലീപ്പ് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പയർ ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അജിത്തിനോടാ? അതെ. ഇപ്പം അന്നത്തെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സമയത്തൊക്കെ നല്ല ഒരു എഫേർട്ട് ഇട്ട ഒരു സമയമായിരുന്നു. എസ്പെഷ്യലി നല്ല റിസർച്ച് ചെയ്തിട്ട് പിന്നെ നമ്മളതായിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ച് നല്ല പഠിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് അതിൻ്റെ PPT ഉണ്ടാക്കി. പിന്നെ നിതിൻ തന്നെ അതിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഫുള്ളും നല്ലതായിട്ട് കഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ പെർഫോമൻസ് അവൻ പറയണ പോലെ മീൻസ് നല്ലപടിയായിട്ട് തന്നെ ചെയ്തെന്ന് ഞാൻ പറയൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ ആ ഫസ്റ്റ് ഡീൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. സോ എഫേർട്ടിന് ഒരിക്കലും അതിന് വേണ്ടിയുള്ള ഒരു കുറവ് വന്നിട്ടില്ല. എഫേർട്ട് എത്ര ഇട്ടോ അത്രയും നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. സോ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നെന്ന് പറഞ്ഞാൽ ലൈക്ക് ഫഹദ്, ഇപ്പം ലൈക്ക് ഇതേപോലത്തെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഓവർ വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഏതെങ്കിലും ഇങ്ങനെ ഉള്ള ഒരു സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അതായത് നമ്മള് ഓവർ വർക്ക് ചെയ്തിട്ട് അതിന്റെ എഫേർട്ട് കിട്ടുന്നത്. ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഞാൻ അങ്ങനെ ഓവർ വർക്ക് ചെയ്തിട്ടുള്ളത് എക്സാം ടൈം തന്നെയാണ്. അല്ലാതെ ഇപ്പം വേറെ വർക്ക് ഇതിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. റിസൾട്ട് മേ ബി ഉണ്ടാവും. നമ്മള് റിസൾട്ടിനെക്കാളും ഞാൻ കൂടുതൽ വിശ്വസിക്കുന്ന അതിന്റെ പ്രോസസ്സിലാണ്. പ്രോസസ് നമ്മൾ ആ റിസൾട്ടിന് വേണ്ടി നമ്മുടെ ട്രൈ, ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്തോരം അതിലൊരു എഫേർട്ട് ഇടുന്നു. റിസൾട്ട് മേ ബി ഒരു വിൻ ഓർ ലോസ് എന്തും ആവാം, അതിനെ ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഒരു പ്രോസസ്, ആ ഒരു ഇത് കഴിയും. നമ്മുടെ ലോസ് ആണെങ്കിൽ ലോസ്, നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയാണ്. ഒരിക്കലും ഞാനൊരു ലോസിനെ പെർഫെക്റ്റ്ലി ലോസ് എന്ന് ഡിഫൈൻ ചെയ്യത്തില്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് മിസ്റ്റേക്ക് വന്നു എന്ന് പഠിക്കുക എന്നുള്ള രീതിക്ക് ഒരു ചെയ്യുന്നുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്റെ ഒരു നമ്മുടെ ഫസ്റ്റ് ബോർഡ് എക്സാം ടൈം, ആ ഒരു SSLC ടൈം, ആ ഒരു ടൈമിൽ ഞാൻ സ്ലീപ്പിന് ഇഗ്നോർ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ആ ഒരു ടൈമിൽ ഫിസിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്, സിംറ്റംസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ?
ഫിസിക്കലി എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാല് എന്റെ ഫേസിൽ റിഫ്ലക്ട് ആവും എനിക്ക് ഉറക്കം കിട്ടിയില്ല എന്നുള്ളത്. ഫേസിൽ നല്ലോണം മനസ്സിലാവും, കണ്ണില് മനസ്സിലാവും. പിന്നെ യൂഷ്വലി തിങ്കിങ് പ്രോസസ്, അതായത് ആൾക്കാരോട് പെരുമാറുന്ന രീതി ഭയങ്കരമായിട്ട് ഒരു സ്ലീപ്പ് മര്യാദ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പുറകോട്ട് വലിയുന്ന പോലെ എനിക്ക് തോന്നും. ആ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. പിന്നെ പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഈ സ്ലീപ്പ് സൈക്കിൾ പോലും കറക്റ്റ് ആവാനായിട്ട് എനിക്ക് ഇനിഷ്യലി ഇവിടെ വെച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വിട്ടുമാറാത്ത ഭയങ്കര എപ്പോഴും സ്ട്രെസ്, എപ്പോഴും പെട്ടെന്ന് പനി, തലവേദന, അങ്ങനത്തെ ഇഷ്യൂസ്. പിന്നെ സ്ലീപ്പ് ആൻഡ് വാട്ടർ ഒരേ സമയം ഡെഫിഷ്യൻസി വന്നപ്പോ നമ്മുടെ നെക്ക് ജോയിന്റിന് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പ്രോപ്പർ സ്ലീപ്പ് എടുത്ത് ഒന്ന് കുറച്ചതാണ്. അപ്പൊ ഈവൻ ഇതിനെ ബാധിക്കുന്നത് നിന്റെ ലൈക് മെന്റൽ സൈക്കിയും പിന്നെ ഈ ഫിസിക്കൽ ഇഷ്യൂസ് വരും, പിന്നെ ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ അതിനുള്ള ഇഷ്യൂസും വരും അല്ലെ, ഇറിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ലോണം. ഓഫ് കോഴ്സ് ഉണ്ടാവും. ഈ സ്ലീപ്പും പഠിത്തവും തമ്മിലുള്ള ഈ ഒരു ബന്ധം നീ പറഞ്ഞല്ലോ, ലൈക് പാരന്റ്സ് ഈ ഒരു രീതിയിൽ എൻകറേജ് ചെയ്യുന്നു, ഇത്ര 1 മണിക്കൂർ പഠിച്ച ഒരു 1/2 മണിക്കൂറെങ്കിലും കിടക്കണം, ബ്രെയിൻ ആക്ടിവിറ്റിക്ക് അത് നല്ലതാണെന്നും മെമ്മറി റിലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം നീ ഇപ്പം സ്ലീപ്പിനെ പറ്റി അഡ്വൈസ് കൊടുക്കുവാണെങ്കിൽ അത് തന്നെ ആയിരിക്കില്ല ഏറ്റവും വലിയ അഡ്വൈസ് ആയിട്ട് നീ പറയാൻ പറ്റും? ഓഫ് കോഴ്സ് ആയിരിക്കും. കാരണം അതും ഒരു ഇത് പറയുവാണെങ്കിൽ, ഞാനൊരു +1 +2 പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ലേറ്റ് നൈറ്റ് ട്രൈ ചെയ്യാൻ നോക്കി ഞാനൊന്ന് പഠിക്കാൻ. ഒരു ആഫ്റ്റർ 11-12 o'clock ആ ഒരു ടൈം ഞാൻ ശ്രമിച്ചപ്പം വാപ്പിച്ച് ആ സമയത്ത് വെള്ളം കുടിക്കാൻ വന്നപ്പോ എന്നോട് വന്ന് പറഞ്ഞു, നീ ഇത്രയും പഠിച്ചില്ല, ഇനി പോയി കിടന്നോ. അതായത് കിടക്കാതെ പഠിച്ചിട്ട് നീ നാളെ പോയി എഴുതിട്ട് നിനക്കൊന്നും നേടാനില്ല, അത് പ്രോപ്പർ വിശ്രമം എടുത്തിട്ട് പഠിക്കൂ എന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കൂടെ അങ്ങനെ പറയാൻ ആരും ഇല്ല. നമ്മുടെ ഇഷ്ടം, നമ്മുടെ സമയം, ആ ഒരു രീതിയിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. എന്നിരുന്നാലും ഇപ്പം ടൈം ഓർഡർ ആയിരിക്കത്തില്ല. അതായത് ഞാൻ ചിലപ്പം ഇപ്പം രാത്രി 2 മണി വരെ 3 മണി വരെ ഇരുന്ന് പഠിച്ച സാഹചര്യങ്ങളുണ്ട് ഇമ്പോർട്ടന്റ് സബ്ജക്ട്സ് വരുമ്പോൾ. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാവിലെ നേരത്തെ എണീക്കാതിരിക്കും, അല്ലെ എണീറ്റിട്ടാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കിടന്ന് ഒരു ഷോർട്ട് നാപ്പ് പവർ നാപ്പ് എടുത്തിട്ടേ ഞാൻ എന്തായാലും എക്സാം എഴുതാൻ പോയിട്ടുള്ളൂ. അത് തന്നെയായിരിക്കും എന്റെ അഡ്വൈസും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു നഴ്സറി ആ ഒരു ടൈമില് നമ്മളെ കമ്പൽസറി ആയിട്ട് ഉച്ചയ്ക്ക് കിടത്തുമായിരുന്നു ഒരു 2 മണിക്കൂർ. നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര മടിയായിരിക്കും കിടക്കാൻ. പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അന്നത്തെ ആ ഒരു പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശരി, അങ്ങനെ തന്നെ കൊണ്ടുവരുന്നല്ലേ ഞാൻ തോന്നിയിട്ടുണ്ട്. അതിപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും ഒരു സ്കൂളിലാണെങ്കിലും ഒരു കമ്പൽസറി ആയിട്ട് ഒരു ½ അവർ അല്ലെ 1 hour സ്ലീപ്പ് കൊടുക്കണം, ആ ഒരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് ഇൻ ഫ്യൂച്ചർ എങ്ങനെ പോയാലും ഐ തിങ്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലസ് ദ പ്രൊഫഷണൽ ലൈഫിൽ വരുമ്പം ആ ഒരു നാപ്പ് ടൈം, ഒരു ആഫ്റ്റർനൂൺ നാപ്പ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും 100% പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. എന്തോ ഇപ്പോഴത്തെ പല ചെയർമാൻ ആൾക്കാരും ഭയങ്കര ടോപ്പ് ഇരിക്കുന്ന ആൾക്കാരും പറയും 70 hour വർക്ക് വീക്ക് വേണമെന്നും എംപ്ലോയീസ് അത്രയും ഹാർഡ് വർക്കിംഗ് ആവണമെന്നൊക്കെ. പക്ഷേ വെൻ യു ആക്ച്വലി ലുക്ക് അറ്റ് ദ സയൻസ്, ലൈക്ക് എത്രത്തോളം സ്ലീപ്പ് ഒരു എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നു, അത്രയും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നുണ്ട്. ആ ഒരു മെട്രിക്സ് എടുത്ത് പഠിക്കണം. അല്ലെങ്കിൽ അവരൊരു എംപ്ലോയിന്റെ ഒരു പ്രോപ്പർ സർവേ നടക്കുന്നുണ്ട്. ഒരു 1 month സർവേ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം എത്രത്തോളം ക്വാളിറ്റി സ്ലിപ്പ് കിട്ടുന്നു, അത്രയും നല്ലോണം പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നുണ്ട്. അവരെ കമ്പനിക്കാനാണ് നല്ലത്. സെയിം വേ ഇപ്പം ഫഹദിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസിൽ ഒരാളാണ് ഫഹദ്. അപ്പൊ അവന് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാന്ന് വെച്ചാൽ അവൻ പറയുന്നത് അവന്റെ പാപ്പച്ചയും ഉമ്മച്ചയും അവനെ ഉറങ്ങാൻ അത്ര ഒരു എൻകറേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അല്ലാണ്ട് ചുമ്മാ എക്സേർട്ട് ചെയ്തിട്ട് ബുക്ക് പിന്നെ വായിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റെസ്റ്റ് എടുത്തിട്ട് പഠിക്കുക എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളൊരു എക്സാമ്പിൾ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എംപ്ലോയീസ് ആണെങ്കിലും എംപ്ലോയേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ഈ ഒരു സ്ലീപ്പിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ജനറേഷൻ തന്നെ മാറി നല്ലൊരു ഹെൽത്തി ജനറേഷൻ ആവാൻ പറ്റും, പ്രൊഡക്റ്റീവ് ആയ ജനറേഷൻ ആവാൻ പറ്റുമെന്ന് തോന്നുന്നു. ബിക്കോസ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ഒരു പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂ വന്നിട്ട് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ബാഡ് ഫേസിലൂടെ നമ്മളെല്ലാം പോകും, ഭയങ്കര ടഫായിട്ടുള്ള. അപ്പോഴാണ് ഈ ഉറക്കത്തിനൊക്കെ ഇഷ്യൂ വരാൻ, നമുക്ക് ഉറങ്ങാൻ അല്ലെങ്കിൽ ഉറക്കത്തോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വരും. ആൻഡ് ഈ ഡ്രഗ്സിന്റെ യൂസ്, ആൽക്കഹോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു ഫേസിലായിരിക്കും. ബിക്കോസ് ദേ ഡോണ്ട് സ്ലീപ്പ്. ആ ഒരു സ്ട്രെസ് റിലീഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളത്. ചിലപ്പം ഇങ്ങനെ വെള്ളം അടിച്ച് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, ഉറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് വെള്ളം അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഹൗ ക്യാൻ വി മാനേജ് സ്ട്രെസ് വിത്ത് സ്ലീപ്പ് എന്നുള്ള രീതിയിൽ. സ്ലീപ്പ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു 90% ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇപ്പോൾ ഒരു 30 to 45 ഏജ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇഷ്യൂസ് ഒക്കെ വരുന്നത് തന്നെ ഈ സ്ലീപ്പിന്റെ ഒരു ഇമ്പയർമെന്റ് അല്ലെങ്കിൽ സ്ലീപ്പ് കിട്ടാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ്. സോ ഡെഫിനറ്റ്ലി നീ പറഞ്ഞ പോലെ എനിക്ക് അത്
ഫ്യൂച്ചറിൽ എല്ലാവരും അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം, വർക്കിംഗ് സിസ്റ്റം എന്താണേലും അവിടെ എല്ലാത്തിലും ഒരു ഇമ്പോർട്ടൻസ് കാണുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടില്ല ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ സ്ലീപ്പ് അല്ലെ എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ലേ? ഉണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്തൊരു ഒരു കമ്പനിയുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്തപ്പം അവിടുത്തെ ടോപ്പിക് തന്നെ ഇതായിരുന്നു. അതായത് റീസെന്റ് ഒരു ഇഷ്യൂ വന്നില്ലായിരുന്നു, മറ്റേ വർക്കിംഗ് അവേഴ്സ് റിലേറ്റഡ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എന്റെ അഭിപ്രായം അതായിരുന്നു. അതായത് നമുക്ക് കൂടുതൽ, അതായത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊരു സാധനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ. അത് ഇപ്പൊ അത് വർക്ക് അതില്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ തന്നെ എത്ര രീതിക്ക് ബാധിക്കും. അത് അഫക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കമ്പനിയെ തന്നെയാണ്. കാരണം മെറ്റീരിയൽ അസറ്റിനെക്കാട്ടിലും വലിയൊരു അസറ്റാണ് ഹ്യൂമൻ റിസോഴ്സ് അസറ്റ്. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമായിരിക്കും. ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റി അതില്ല എങ്കിൽ ബിസിനസിന് എന്തോരം ബാധിക്കും. എംപ്ലോയീസ് ആവട്ടെ, ഇവൻ തോ നമുക്കിവിടെ ഒരു ചായ ഇട്ട് തരുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി കറക്റ്റ് സമയത്ത് ചായ ഇട്ട് തന്നില്ല എങ്കിൽ നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ എന്തോരം ബാധിക്കും. പിന്നല്ല അപ്പം അതിന്റെ ഒരു ആ ഒരു ബാലൻസ് കൊണ്ടുവരണം. അത് ഓവർ ടൈം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതൊരു നേട്ടമല്ല. മേ ബി അതൊരു ടെമ്പററി നേട്ടമായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോങ് ടൈമിലേക്ക് അതുപോലെ തന്നെ ഇപ്പം സ്ലീപ്പ് കറക്റ്റ് ആവാൻ വേണ്ടി ടെമ്പററി ഷോർട്ട് ടേം സൊല്യൂഷൻസ് കണ്ടെത്തുന്നവർ കണ്ടിട്ടുണ്ട്. അതായത് സ്ലീപ്പിംഗ് പിൽസ് യൂസ് ചെയ്യുക, ഇപ്പം പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി നേരത്തെ പറഞ്ഞു ആൽക്കഹോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവര്. അതൊക്കെ സത്യം പറഞ്ഞ ഒരു ഷോർട്ട് ടൈം ഇതല്ലേ, ഷോർട്ട് ടൈം റിലീഫ് മാത്രമല്ലേ? 100%. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മിക്ക ആൾക്കാരും ഈ ഡിപ്രഷൻ ആങ്സൈറ്റി വരുമ്പോഴാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക, സ്ലീപ്പിംഗ് പിൽസ് എടുക്കുക, ഉറങ്ങുക. ബിക്കോസ് ഇത് വരുന്ന സ്ലീപ്പ് വരാതിരിക്കുമ്പം അതിലൂടെ വേറെ പല പല ഇഷ്യൂസ് ആണ് വരുന്നത്. ആ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് സ്ലീപ്പിനെ നമ്മൾ ഉറക്കത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്ന ആൾക്കാർ. അപ്പൊ അവർ സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്നു. എന്റെ തന്നെ ഫ്രണ്ട്സ് ചിലവരൊക്കെ ഉണ്ടായിരുന്നു, ഗൂഗിളിൽ നോക്കി സ്ലീപ്പിംഗ് പില്ല് കൊടുക്കും, എന്നിട്ട് അതിന്റെ വെച്ച് മേടിക്കും, എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആവും. പിന്നെ അവർക്ക് ഇത് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് അത് എടുത്ത് കളയാൻ വേണ്ടി. അപ്പം അതിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊരു നാച്ചുറലി വരുന്ന സാധനമാണ്, ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതെ അതെ യു ഡോണ്ട് നീഡ് ടു ഫോഴ്സ് ഇറ്റ്. ലൈക്ക് നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ 3 പേരോട് ചോദിച്ചാൽ തന്നെ നമ്മൾ എപ്പോഴാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് കംസ് ഇല്ല നാച്ചുറലി, of course. ഫോഴ്സ് ഇറ്റ്. Yes, yes. റൈറ്റ്. നമ്മൾ ഇരുന്നിട്ട് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. Yes. ഇറ്റ് കംസ് നാച്ചുറലി. നമ്മൾ ആ റിലാക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഡെഫിനറ്റ്ലി. റൈറ്റ്. അപ്പൊ ഈ ഡ്രഗ്സിന്റെ യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ പല പല ഹാബിറ്റ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്നതും ഒരു ഹെൽത്തി വർക്ക് ലൈഫ് ബാലൻസ് നീ പറഞ്ഞ പോലെ കൊണ്ടുവരുന്നതിലായിരിക്കും. അതിൽ മെജോറിറ്റി ഇങ്ങനെ നല്ലോണം ഉറങ്ങുന്ന വ്യക്തികളുണ്ടെങ്കിൽ നല്ല മൈൻഡ് ആയിരിക്കും, നല്ല ഫിസിക്ക്, നല്ല ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ ഈ മെജോറിറ്റി ഓഫ് ഇങ്ങനത്തെ ഈ എന്താ പറയാ ഷോർട്ട് ടേം സൊല്യൂഷൻസിലോട്ട് പോവാതിരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷോർട്ട് ടൈം സൊല്യൂഷൻ അല്ലാതെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഈ അടുത്താണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാലോ. കഴിഞ്ഞ വർഷം മറ്റേ മാനേജ്മെന്റ് ഫെസ്റ്റിന് പോകാൻ വേണ്ടി റോബിന്റെ ഐഡിയ ഓർമ്മയില്ലായിരുന്നു, മറ്റേ സ്മാർട്ട് ബ്ലഡ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് തോന്നുന്നത് കൂടുതൽ നല്ലത് ആ ഐഡിയ നിങ്ങളുടെ ഫോർവേഡ് ചെയ്ത് റോബിൻ വരുമ്പോ നിങ്ങൾ അവനെ ഒന്ന് പോഡ്കാസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് കൂടുതൽ നല്ലതായിരിക്കും. അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ഉറങ്ങാൻ നമ്മുടെ ബോഡിക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഒന്ന് മെയിൻറ്റെയിൻ ആവണം, ലോ ആവണം. അതിനെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച്, അതായത് നമ്മുടെ കറന്റ് സിനാരിയോ വെച്ചിട്ട് നമ്മൾ കിടക്കുന്ന ബെഡ് അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് ഡിവൈസ് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അപ്പ് ആൻഡ് ഡൗണും ആക്കി നമ്മുടെ ഒരു സ്ലീപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഐഡിയ ആയിരുന്നു അത്. അപ്പം അതിനുവേണ്ടി റിസർച്ച് ചെയ്യാൻ നേരത്ത് ഞാൻ കണ്ടതാണ്. അതായത് ഇപ്പം കറന്റ് കുറെ ആൾക്കാര് ഇപ്പം റൂമിന്റെ പെയിന്റ്, കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡിന്റെ മെറ്റീരിയല്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതൊക്കെ അല്ലെ ടെമ്പറേച്ചർ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങാൻ ശ്രമിക്കുന്നത്. എനിക്ക് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ബാക്കി പിൽസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഫാർ ബെറ്റർ ആണ് അങ്ങനത്തെ മെത്തേഡ്സും തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ചോദിക്കാൻ ആക്ച്വലി അജിത്തിനോടാണ്. കാരണം അജിത്ത് മെഡിറ്റേഷൻ, യോഗ അതിലൊക്കെ അത്യാവശ്യം ഇൻവോൾവ് അല്ലായിരുന്നോ? അപ്പൊ അത് സ്ലീപ്പ് സൈക്കിളിൽ എങ്ങനെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്? എസ്പെഷ്യലി ഇപ്പം മെഡിറ്റേഷൻ അതർവൈസ് യോഗേൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡിനെ നല്ല കൂൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ലൈക്ക് നമ്മൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് അതിനെ കുറിച്ച് ചിന്തിച്ച്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ മൈൻഡിൽ ഒരു പിൻ പോയിന്റിനെ ഇമാജിൻ ചെയ്താണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതേപോലെ നമ്മളെ മൈൻഡ് അത്രയും കാമാവും. സോ ഇപ്പം
അതിൻ്റെ ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ലൈക്ക് അത് ഏത് ടൈപ്പ് ഓഫ് യോഗയാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം മെഡിറ്റേഷനിൽ തന്നെ നമുക്ക് ഡീപ്പ് മെഡിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ നമ്മൾ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് സ്ലീപ്പിനെ ബാധിക്കും. നമ്മൾ ഒരു ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നാൽ ലൈക്ക് നമ്മൾ അതേപോലത്തെ എനർജി ബൂസ്റ്റിംഗ് മെഡിറ്റേഷൻ ചെയ്താൽ പിന്നെ കുറച്ച് സമയം വരെയൊക്കെ നമുക്ക് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കാം, നമുക്ക് ഒരു സ്റ്റിമുലൻറ്റ് കിട്ടിയ പോലെ ഇരിക്കും. ബട്ട് ലേറ്റർ സ്റ്റേജസ് പിന്നെ അത് ഭയങ്കരമായിട്ട് ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇൻ ദ സെയിം സെൻസ് അപ്പം നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ മൈൻഡിനെ കാം ചെയ്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഫാക്ടർ വരും, അതിൽ നമുക്ക് ഉറക്കം പറഞ്ഞ പോലെ ഒരു ഫീല് വരും. എന്നാലും നമ്മൾ മൈൻഡ് ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ മെഡിറ്റേഷനെ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ബെറ്റർ സ്ലീപ്പ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു ലൂസിഡ് ഡ്രീമിങ് സ്റ്റേറ്റ് വരെ എത്താണ്ട ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷൻ ത്രൂ എത്താൻ പറ്റും. ഫോർ യോഗ ആൻഡ് ഓൾ നമ്മൾ ഇപ്പം നോക്കുമ്പം ഓരോരോ മുദ്രാസൊക്കെ ഉണ്ട്. ഇതേപോലെ ഇപ്പം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇതേപോലെ ചെയ്ത ലിംഗമുദ്രയാണെന്ന് പറഞ്ഞത്, ഇതിനെ ലിംഗമുദ്രയാണെന്ന് പറയുന്നത്, ഇങ്ങനെ കൈ പിടിക്കാം. അപ്പം ഇതേപോലത്തെ നമ്മൾ കൈനെ പിടിക്കുമ്പം നമ്മൾ ബോഡിയിൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ പേഴ്സൺ ആണ്. എനിക്ക് പേഴ്സണലി ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം എനിക്ക് എൻ്റെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂട്ടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ യോഗയിലും ചില യോഗാസ് വന്ന് സ്ലീപ്പിന് വേണ്ടി ബെനിഫിഷ്യലാണ്, ചില യോഗാസ് വന്ന് കൃത്യസമയത്ത് ചെയ്താൽ ബെനിഫിഷ്യലാണ്. അത് സമയം വന്ന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് യോഗയിൽ. അപ്പം അത് കണ്ടും ചെയ്തും മറ്റും മീൻസ് അതിൻ്റെ കുറിച്ചുള്ള നല്ല പടിയായിട്ട് പഠനം ചെയ്തിട്ട് മാത്രമേ നമുക്ക് സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് അത് നമ്മളെ നെഗറ്റീവ്ലി ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ മെഡിറ്റേഷൻ എന്നാലും ശരി, യോഗ എന്നാലും ശരി, നമ്മൾ ഒരു സർഫേസ് ലെവൽ ടച്ച് ചെയ്താൽ ബെറ്റർ. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പർ ലെവലായിട്ട് പോയാൽ അതിന് വേണ്ടിയുള്ള ടീച്ചർ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള മെൻറ്റർ വെച്ച് പഠിച്ച് കയറിയാൽ അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. സോ അജിത്തിനോട് വേറെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ റൂംമേറ്റ് ആയതുകൊണ്ട് എന്നും കാണുന്നുണ്ട്, ഈവൻ ദോ സെം എക്സാം ആണെങ്കിൽ വരെ അവൻ രാവിലെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും. ഒരു 10 to 20 minutes ഐ തിങ്ക് ഹി വിൽ മെഡിറ്റേറ്റ് ഫോർ ഷുവർ. ലൈക്ക് വേറെ എന്ത് നടന്നെന്ന് പറഞ്ഞാലും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടേ അവൻ പോകത്തുള്ളൂ. അപ്പൊ അത് എത്ര നാളായി ഇപ്പൊ നീ ഈ ഒരു പർട്ടിക്കുലർ റെജീം ഫോളോ ചെയ്യുന്നു? ലൈക്ക് ഹൗ ലോങ് ഹാവ് യു ബീൻ ഡൂയിങ് ദിസ്? ആദ്യം മുതലേ ഇങ്ങനെ ഇത്ര സമയം ചെയ്യുന്നു, അതോ ഓവർ ദ ടൈം യു ഇൻക്രീസ് ദ പീരിയഡ് ഓഫ് ഇറ്റ് ഉണ്ടോ? ഇല്ല, ഇപ്പം മെഡിറ്റേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പം ലൈക്ക് എപ്പോഴാണ് എനിക്ക് മെഡിറ്റേഷനോട് ഇൻട്രൊഡക്ഷൻ ആയതെന്ന് പറഞ്ഞ ഒരു ക്ലാസ് 8th ടൈമിലാണ്. അപ്പം ഇതേപോലത്തെ എന്തിനാ പറയണേ, ഈ നമ്മളെ ഹോർമോൺ ലെവലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, നമുക്ക് മീൻസ് എന്തിനു പറയണ ഒരു ഫസ്റ്റ് ലവ് അതേപോലത്തെ ഒരു കാലഘട്ടമൊക്കെയാണ്. അപ്പം നമുക്ക് അതേപോലത്തെ അടിയൊക്കെ കിട്ടുമ്പം പിന്നെ നമ്മളെ മൈൻഡ് സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ ചെയ്യണമെന്ന് നോക്കിയപ്പം മെഡിറ്റേഷൻ ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പം മെഡിറ്റേഷൻ ചെയ്തു. ആ സമയം നമ്മൾ 8th ക്ലാസ് ടൈമിലൊക്കെ കുറച്ചും കൂടെ എൻ്റെ മൈൻഡ് എന്തിനാണ് ഒരു പ്യുവർ സ്റ്റേറ്റിൽ പറയാം. അപ്പം മെഡിറ്റേഷനിലോട്ട് മച്ച് ബെറ്ററായിട്ട് പോകും, കയറാൻ പറ്റി. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒന്നേന്ന് പറഞ്ഞാൽ ഇപ്പം മെഡിറ്റേഷനിൽ തന്നെ കുറേ ഭാഗങ്ങളുണ്ട്, മീൻസ് കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ നോർമൽ മെഡിറ്റേഷൻ ചെയ്താൽ അബ്സല്യൂട്ട്ലി ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ നമ്മൾ അല്ലാത്ത ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോയാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ വരാം. സോ ഇതെപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു ഡിഫറെൻറ്റ് മെഡിറ്റേഷൻ, ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പം മൈൻഡ് ഒന്ന് കുറച്ചും കൂടെ എന്തിനായിട്ട് ഇതേപോലെ മീൻസ് നമ്മൾ ഒരു റിയാലിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ആയ ഒരു ഫീല് പോലെ തോന്നി. അപ്പം എനിക്കത് ഒരു പേടി പോലെ തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ മെഡിറ്റേഷൻ ഒരു കുറച്ച് കാലം വരെ ഞാൻ ചെയ്യാൻ നിർത്തി. പിന്നെ ഇതേപോലെ തന്നെ ആ ഒരു സമയത്തിൽ പറഞ്ഞാൽ ചില സമയം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, ചില സമയം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് ഒരു 1 month ചെയ്ത് പോയാൽ പിന്നെ 2 or more than 6 months വരെ ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം കോളേജിൽ വന്ന സമയം തൊട്ടാണ് പിന്നെ ഞാൻ ഇതേപോലത്തെ ജിം ആയിരുന്നാലും ശരി, മെഡിറ്റേഷൻ ആയിരുന്നാലും ശരി, അതൊരു റെഗുലർ റെജിമെൻ പോലെ ചെയ്യുന്നത്. അപ്പം ഇപ്പം മാക്സിമം ആയിട്ടൊക്കെ ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 months വരെയൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ എഫക്ട്സും എനിക്ക് നല്ലപടിയായിട്ട് ഉണ്ട്. ലൈക്ക് ഇപ്പം എനിക്ക് എൻ്റെ ഇമോഷൻസിനെ എനിക്ക് നല്ലപടിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പം ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരാളുടെ അടുത്ത് ദേഷ്യം അങ്ങനെ പെട്ടെന്ന് വരില്ല. എനിക്ക് റാഷണലി തിങ്ക് ചെയ്തിട്ട് എനിക്ക് ബെറ്റർ റീസൺ ചെയ്യാം. അതേപോലെ തന്നെ ഇത് സ്ലീപ്പിനെ എങ്ങനെ ബാധിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് മൈൻഡ് കാമായതുകൊണ്ട് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് വരും. അപ്പം കിടന്ന് ഉറങ്ങാം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് മെഡിറ്റേഷനിൽ നിന്ന്. ഐ സി. സോ ഫഹദ്, നമ്മൾ നേരത്തെ അജിത്ത് പറഞ്ഞ പറഞ്ഞോളാം, ചോദിച്ചോ. അവൻ പറഞ്ഞൊരു പോയിന്റ് ഭയങ്കര റെലവെന്റ് ആണ്. കാരണം നമ്മുടെ ഒരു ഇമോഷൻ ആങ്കർ മാനേജ്മെന്റിനെ സ്ലീപ്പ് ഭയങ്കര ബാധിക്കും. അത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാനൊരു സമയത്ത് എനിക്ക് സ്ലീപ്പിന്റെ ഇഷ്യൂസ് വന്നൊരു സമയമുണ്ട്. അതായത് ഞാനൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് 1 year ഗ്യാപ്പ് വന്നായിരുന്നു എന്റെ എഡ്യൂക്കേഷനിൽ. ഞാൻ IELTS ട്രൈ ചെയ്ത സമയം. ആ സമയത്ത് ഞാൻ കുറച്ചധികം ഫ്രസ്ട്രേറ്റഡ് ആവാനും ഒക്കെയുള്ള കാര്യം എന്റെ സ്ലീപ്പ് സൈക്കിൾ അത്ര കറക്റ്റ് ആയിരുന്നില്ല. പ്രോപ്പർ ഈ സ്ലീപ്പ് കിട്ടിയില്ല എങ്കിൽ ഭയങ്കര നമ്മുടെ ഒരു ആങ്കർ ഇമോഷണൽ മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കും. ആ പറഞ്ഞത് ഭയങ്കര കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ ഉറക്കത്തിന്റെ ഇടയിൽ നിന്ന് വിളിക്കുമ്പോ ദേഷ്യപ്പെടുന്നവര്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ഇതേപോലെ ഉറക്കത്തിന്റെ മിഡില് വിളിക്കണമെന്ന് പറയുന്നത് ചിലവർക്കൊക്കെ മീൻസ് ആ സ്ലീപ്പ് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ലൈക്ക് കുറെ പേർക്കൊക്കെ ലൈഫിന്റെ മീനിങ് മീൻസ് കുറെ പേരൊക്കെ സെർച്ച് ചെയ്യണവരായിരിക്കാം. ലൈക്ക് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്. അപ്പം ഇതേപോലെ ഒരു കോൺസ്റ്റന്റ് മെഷീനെ പോലെ നമ്മൾ ജീവിച്ചുകൊണ്ട് പോകുമ്പം ഈ ഒരു കിടന്ന് ഉറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു കംഫർട്ട് നമ്മളെ ലൈഫിൽ കിട്ടുന്നത്. അപ്പം ഇതേപോലെ ഒരാൾ ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇൻ എ സെൻസ് അതൊന്ന് ഒരു വിധത്തിൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യം കൊണ്ടായിരിക്കാം കൂടുതൽ ദേഷ്യം വരുന്നത്. ഇത് വൺ ഓഫ് ദി റീസൺ. പിന്നെ രണ്ടാമത്തെ റീസൺ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ലൈക്ക് സ്ലീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വന്ന് ഭയങ്കര ഡിഫെൻസ്ലെസ് ആണ്. അപ്പം ഒരാൾ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ മീൻസ് ഒരു ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഒരു അനിമലിസ്റ്റിക് ബിഹേവിയർ കാരണം കൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണ പോലെയാണ്. സോ ഡെഫിനറ്റ്ലി അതിലൊക്കെ നമുക്ക് ദേഷ്യം വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഫാദർ ഇപ്പം IELTS ഒക്കെ എഴുതി. അപ്പം ഈ IELTS ഒക്കെ എഴുതി. അപ്പം ഇതേപോലെ എൻ്റെ ഒരു അസംഷനിലാണ്. അപ്പം ലൈഫിൽ ഇതേപോലെ ഓരോരോ ചോയ്സസ് മാറിയാണ് പിന്നെ MBA മാറിയത്. അങ്ങനെയാണോ? കറക്റ്റ് ആണോ അത്? അതെ ആണ്. നമ്മളിപ്പം നമ്മൾ ആദ്യം ലൈഫിൽ ചൂസ് ചെയ്യ നമ്മളെ ഒരിക്കലും ഒരിതേ ആവുകയുള്ളൂ അല്ലെ ഒരേ വഴിയേ പോകൂ എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നു, ആ ഒരു സമയത്ത് എന്ത് നമുക്ക് തോന്നുന്നു അത് നമ്മൾ എടുക്കുന്നു. ഒരിക്കലും നമ്മൾ എടുത്തൊരു ഡിസിഷനിൽ ഒരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നതൊഴിച്ചാല് ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് പോട്ടെ എന്നുള്ള രീതിക്ക് വെക്കണം എന്നാണ് എന്റെ ഒരു പ്രിൻസിപ്പിൾ. ഒരിക്കലും ഒരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല. അതായത് ഞാൻ ഇതേ ചെയ്യൂ, ഞാൻ ഇത് ചെയ്യത്തില്ല അങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. IELTS എടുക്കണം, പുറത്തു പോകണം, അവിടെ നിന്ന് എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പിന്നീട് ഞാൻ ഓർത്തു നമ്മുടെ നാട്ടിലെടുക്കുന്നത് മോശമല്ല എന്നുള്ള രീതിയിലേക്ക് എത്തി ഇവിടെ വന്നതാണ്. അപ്പം അജിത്ത് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണ്, അജിത്ത് SSC ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ ഇതിനു മുമ്പ്? ഞാൻ SSC ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ലൈക്ക് ആ സമയത്തെ നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിലൊക്കെ. ഇപ്പം മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ എന്തിനാ പറയണ ഒരു ബെറ്റർ ലൈഫൊക്കെ പറയുമ്പം എന്താ പറയുന്നത്, ഒരു ബെറ്റർ ലൈഫിനൊക്കെ ഇതേപോലത്തെ ഒരു ഗവൺമെൻറ് ജോബ് മതിയോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഡെവലപ്പായി വരണോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. ലൈക്ക് ഇപ്പം എൻ്റെ ഒപ്പം വന്ന് മീൻസ് ഗവൺമെൻറ് ജോബിലാണ്. അപ്പം ആ ഒരു ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനേക്കാളും ഒരു ബെറ്റർ ലൈഫ് വൈ നോട്ട് ചിന്തിച്ചാണ് പിന്നെ ഞാൻ SSCയിൽ നിന്ന് മാറിയത്. ഇത് മാറിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസിഷൻ ബെറ്റർ ആണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മാറിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഓൺടർപ്രണറായിട്ട് വന്നതും ബിസിനസ്സിലോട്ട് മാറിയതും. അതിൽ സോ ക്വസ്റ്റ്യൻ ചോദിച്ചത് SSC എന്താണ് ഞാൻ തയ്യാർ ചെയ്തില്ലാണല്ലേ. ഒരു ഡിഫറെൻറ്റ് ലൈഫിന് വേണ്ടിയാണ്. ലൈക്ക് ഒരു ഗവൺമെൻറ് ജോബിൻ്റെ കാര്യം പ്രൈവറ്റായിട്ട് പോയാൽ എത്ര
ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ഇപ്പം മനസ്സിലാക്കുകയും ചെയ്യുന്നു. മാരീഡായി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും പിന്നെ അതിൻ്റെതായിട്ടുള്ള പ്രഷേഴ്സും ഉണ്ട്. സ്റ്റിൽ ഫേസിങ് സ്റ്റിൽ ഗോയിങ് എന്ന് മാത്രമേ പറഞ്ഞു. പറഞ്ഞു. Yeah. അത് പറഞ്ഞപ്പോഴേ അത് എന്റെ ഒരു 1 year ഗ്യാപ്പ്. ഞാൻ ഒരിക്കലും ഇവിടെ MBA എടുക്കണം അങ്ങനെ ഒന്നും വിചാരിച്ചതല്ല. പുറത്ത് പോകണം, ഹയർ സ്റ്റഡീസ് പുറത്ത് ചെയ്യണം, മേ ബി MSW ഓർ ഇൻ ഫിനാൻസ്, അതായിരുന്നു എന്റെ ഒരു താല്പര്യം. ബട്ട് എന്തുകൊണ്ടോ ഇവിടെ ചൂസ് ചെയ്തു. അതിനെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഹാപ്പിയാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്ലീപ്പ് പാരാലിസിസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ലൈഫില്? അറ്റ് സം പോയിന്റ് ഒരു ഭയങ്കര ടെറിഫിക് ആയിട്ടൊരു ഫീലിംഗ് ആണത്. എനിക്ക് ആക്ച്വലി കണ്ടിന്യൂസ്ലി വരുമായിരുന്നു ഒരു സമയം വരെ. ഈവൻ ഒരു 1-2 months ബിഫോർ ഇവിടെ വെച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നില്ല വന്നത്, ബട്ട് വീട്ടില് ഉറങ്ങാൻ നേരത്തൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് വെരി ഭയങ്കര ഒരു സ്കേറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ബോഡി അനക്കാൻ പറ്റത്തില്ല, ലൈക്ക് നോട്ട് അറ്റ് ഓൾ ഇൻ കൺട്രോൾ. ലൈക്ക് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. നമ്മൾ കിടക്കുന്ന അവിടെ നിന്നുള്ള എൻവയറമെന്റ് തന്നെ നമ്മൾ കാണുന്നത്. ആൻഡ് ദെൻ സംതിങ് സ്കേറി ഹാപ്പൻ, പക്ഷെ നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ടോട്ടലി. നിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞോളൂ, സ്ലീപ്പ് പാരാലിസിസ് എങ്ങനെയാണ്? എനിക്ക് എക്സ്പീരിയൻസ് ഇനീഷ്യൽ എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, ആക്ച്വലി ഇപ്പം സ്ലീപ്പ് പാരാലിസിസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ഒരു ദിവസം ഇതേപോലെ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പം ലൈക്ക് യുനോ ഈ ഒരു ഡ്രീമി സ്റ്റേറ്റിലായിരുന്നു. ഡ്രീമി സ്റ്റേറ്റിലായിട്ട് ഞാൻ ഇങ്ങനെ കൈയിനെ ഇങ്ങനെ പൊക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പം എൻ്റെ കൈ ഒന്ന് കുഴഞ്ഞ് പോകണം. ലൈക്ക് ഇതിൽ ബ്ലഡ് ഫ്ലോ ഇല്ല, ഇങ്ങനെ കുഴഞ്ഞ് പോകണ പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ആ സ്റ്റേറ്റിൽ നിന്ന് എഴിച്ച് നോക്കുമ്പോൾ ആക്ച്വലി എൻ്റെ കൈ വന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടന്നതുകൊണ്ട് എൻ്റെ ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് കൈ ആ ഒരു കുഴഞ്ഞ ഒരു ഭാഗത്തിൽ പോയിരുന്നു. അപ്പം ആ സമയം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കൈ ഈ ഫുൾ കൈൻ്റെ പോയാണ്. പിന്നെ ബ്ലഡ് വന്നപ്പോൾ പിന്നെ ആ ഒരു സ്റ്റേറ്റ് മാറിയപ്പം മനസ്സിലൊരു സന്തോഷം, ജീവൻ കിട്ടിയ പോലെ. അതെനി നീ പറഞ്ഞോടാ. എനിക്ക് ആദ്യം വന്നപ്പം ഒരു ഫിയർ ഫാക്ടറാണ്, നമ്മുടെ ഒരു ഹൊറിഫൈങ് ഫാക്ടർ പോലെയാണ് നമുക്ക് ആദ്യമായിട്ട്. ഇതിനെക്കുറിച്ച് അറിയാത്തൊരു ഏജിലാണ് ഇത് വരുന്നത്. ആദ്യമായിട്ട് ഒരു +2 ഒരു 18 വയസ്സ് ആ ഒരു ടൈമിലാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് വന്നത്. അത് ഞാൻ ആദ്യം ഓർത്ത് എന്തോ പ്രേത ആ ഒരു ലെവലിലോട്ടാണ് ഞാൻ ചിന്തിച്ചത്. അതായത് അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചുറ്റുമുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. അതായത് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒരു പാർഷ്യലി നമ്മൾ ശരിക്കും സ്ട്രോക്ക് വന്ന് കിടക്കുക, ആ ഒരു ലെവലായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതെന്താന്ന് എനിക്ക് പിന്നെ പതുക്കെ മനസ്സിലായി, ഇത് സ്ലീപ്പ് പാരാലിസിസ് ആണ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ റെസ്റ്റ് ഇല്ലായ്മയാണ് എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റോ ഇല്ലാതെ വരുമ്പോൾ സ്ലീപ്പ് പാരാലിസിസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എനിക്കും സ്ട്രെസ്സും റെസ്റ്റ് ഇല്ലായ്മ അങ്ങനെ ഓവർ വർക്കിങ്ങിലോട്ടൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു കാര്യം അനുഭവപ്പെട്ടുള്ളത്. തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ്. ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി വല്ലതും വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലൂസിഡ് ഡ്രീംസ്, നമുക്ക് ഡ്രീംസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വല്ലതും? ഞാൻ അതിനെക്കുറിച്ച് കുറെ വായിച്ചിട്ടുണ്ട്. അത് മറ്റേ ലൈറ്റ്സും ബാക്ക്ഗ്രൗണ്ടും എല്ലാം വെച്ച് ചെയ്യുന്നവരുണ്ട്, ഇന്റൻഷനലി ചെയ്യുന്നവരുണ്ടല്ലേ, ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനെ വരും, അതൊരു കൈൻഡ് ഓഫ് നമ്മൾ ഈ സ്ലീപ്പിലോട്ട് ഡീപ് സ്ലീപ്പിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഫേസിലോട്ടൊക്കെ എത്തുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ നമ്മൾ റിയലൈസ് ചെയ്യാണ് നമ്മൾ ഡ്രീമിലാണെന്നുള്ളത്. ആൻഡ് ദെൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നമ്മൾ മറ്റേ മൈൻക്രാഫ്റ്റിലെ ക്രിയേറ്റീവ് വേൾഡിൽ കയറുമ്പോൾ ലൈക്ക് നമുക്ക് എന്തും ചെയ്യാം. ലിറ്ററലി ലൈക്ക് ഫുൾ തിങ്, നമുക്ക് ഹോൾ സ്റ്റോറി അല്ല സിനാരിയോ മാറ്റി മറിക്കാം. ആൻഡ് ദെൻ ലൈക്ക് ഒരു പോയി നമ്മൾ ഡ്രീമിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേ ലോകത്തുള്ള അങ്ങനത്തെ ടൈപ്പ് ഒരു മൈൻഡ് ആണ്. അതിന്റെ ബേസിൽ ഒരു സിനിമ പറയുന്നുണ്ട്, അതായത് നമ്മൾ സ്വപ്നത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ലോകമാണ്. കാരണം നമുക്ക് സ്വപ്നമാണെന്ന് മനസ്സിലാവുന്ന പലപ്പോഴും അത് എൻഡ് ആവുമ്പോഴാണ്. ലൂസിഡ് ഡ്രീമിംഗ് സിറ്റുവേഷൻ വെച്ചാൽ അതിന്റെ അകത്ത് വെച്ചേ നമുക്ക് മനസ്സിലായി നമ്മുടെ സ്വപ്നത്തിലാണ്. പിന്നെ നമ്മുടെ ലോകം നമ്മുടെ ഇഷ്ടത്തിന് എൻഡ് ആവുന്നു, നമ്മുടെ ഇഷ്ടത്തിന് അല്ലേ. പിന്നെ ടോട്ടലി ഒരു എന്താ പറയാ, വൺ ഓഫ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തന്നെ പറയാം. ലൈക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺട്രോൾ, യൂഷ്വലി ഡ്രീമിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യില്ല. നൈറ്റ് മെയർ ആൻഡ് ഡ്രീം നമുക്ക് കൺട്രോൾ ചെയ്യില്ലല്ലോ. വി ഡോണ്ട് റിമെമ്പർ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ്, വി ഡോണ്ട് റിമെമ്പർ വെൻ ഇറ്റ് സ്റ്റോപ്സ്. ഓൾറെഡി നമുക്ക് നടുക്കുള്ള എന്തെങ്കിലുമൊക്കെ റിമെമ്പർ ചെയ്യാൻ പറ്റും. ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലിയർലി ഓർക്കുന്നുണ്ട് ദാറ്റ് ഐ വാസ് ഏബിൾ ടു കൺട്രോൾ ദ ഡ്രീം. എന്തൊക്കെയാണെന്ന് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല.
ബട്ട് ഐ വാസ് റിമെമ്പറിങ് ട്രാവലിംഗിന്റെ ഒരു സംഭവമായിരുന്നു നോക്കുന്നുണ്ട്. എനിക്ക് പലയിടത്ത് ഇഷ്ടമുള്ളിടത്ത് പോകാനുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായ അതൊരു ഡ്രീം ആണെന്നും അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള ന്യൂയോർക്ക് അവിടെ ഇവിടെ എങ്ങനെ ചുമ്മാ അങ്ങ് നടന്ന് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ ലൂസിഡ് ഡ്രീമിനെ പറ്റി അതായിരുന്നു. ഇറ്റ്സ് ലൈക്ക് വളരെ റെയർ ആയിട്ടേ നടക്കത്തുള്ളൂ. നടക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആഫ്റ്റർനൂൺ നാപ്പൊക്കെ എടുക്കുമ്പം പിന്നെ ലൈക്ക് ഒരു 4 PM ആ സമയത്തൊക്കെ ഒരു നാപ്പ് എടുത്തിട്ട് ഇരിക്കണ സമയത്തായിരിക്കും. അപ്പം നമുക്ക് നമ്മളെ മൈൻഡ് ഒരു ആക്റ്റീവ് സ്റ്റേറ്റിൽ പോലെ ഇരിക്കും. അപ്പം ചില സമയത്തൊക്കെ ഈ ഞാൻ ഇതേപോലെ ഒരു തേർഡ് പാർട്ടി പോലെ എൻ്റെ ഡ്രീം കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അതിൽ എന്തോരൊക്കെ ഞാൻ സംസാരിക്കും, വേറെ ആരുടെയൊക്കെ കൂടെ ഞാൻ ഇൻട്രാക്ട് ചെയ്യും. അപ്പം ചില സമയത്തൊക്കെ ഇതേപോലെ അപ്പം എൻ്റെ മൈൻഡിൽ വരും, ഇതൊരു ലൂസിഡ് ഡ്രീമിങ് അല്ലേ, എനിക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മളെ അത് ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് പോയാൽ പിന്നെ ആ ഡ്രീം ഓവറാവും. പക്ഷെ അല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഇതുവരെ എനിക്ക് ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. സോ ഇപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ഡ്രീം ചെയ്യുമ്പം ഇതേപോലത്തെ ഒരു സിനാരിയോ നടക്കും, ഇതേപോലെയല്ല ഇതേപോലെ നടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റാൻ നോക്കിയാലും അങ്ങനെ മാറുന്ന ഒരു സ്റ്റേറ്റ് എത്തിയിട്ടില്ല. ഇൻ ദ സെയിം വേ ചിലപ്പോഴൊക്കെ ഞാൻ വന്ന് വേറെ ഒരാളുടെ ബോഡിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. മീൻസ് ഞാനല്ല സംസാരിക്കുന്നത്, വേറെ ആരോ ആണ് ആ ഒരു കഥാപാത്രത്തിലുള്ള ഒരു പ്രൊട്ടാഗനിസ്റ്റിനും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ. സോ അടുത്തത് എനിക്ക് ചോദിക്കാനുള്ള ഫഹദിനോടാണ്. ബേസിക്കലി നമ്മളിപ്പം സ്ലീപ്പിംഗ് എൻവയറമെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഫഹദിന് കിടന്നുറങ്ങാൻ ഇഷ്ടമുള്ള ഒരു എൻവയറമെന്റ് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഇപ്പം ഇപ്പൊ കിടക്കാൻ പോവുകയാണെങ്കിൽ എങ്ങനത്തെ എൻവയറമെന്റ് ആയിരിക്കും? തണുപ്പുള്ളതാണോ കൂടുതൽ ഇഷ്ടം? കൂടുതൽ നോയ്സ് ആവണമെന്നൊന്നും വേണ്ട, ഫുൾ ഡാർക്ക് ആയിട്ടുള്ള എൻവയറമെന്റ് ആണോ? എങ്ങനെയാണ്? ഒരുപാട് വെളിച്ചം എനിക്ക് ഉറങ്ങാൻ അത്ര താല്പര്യമില്ല. പക്ഷെ ഓക്കെ. ഏത് സാഹചര്യം ക്ഷീണം ഉണ്ടായി ഉറങ്ങാനേ ഉള്ളൂ. ബട്ട് മൈ കംഫർട്ട് സോൺ ഈസ് എന്റെ വീട്ടിൽ ഞാൻ കിടക്കുന്ന ബെഡ്, ആ ഒരു അന്തരീക്ഷം, ഒരു മോഡറേറ്റ് എൻവയൺമെന്റ് ഉണ്ടല്ലോ. അതായത് ഒരുപാട് ചൂടുമല്ല, ഒരുപാട് തണുപ്പുമല്ല, ഭയങ്കര. പക്ഷെ ഒരു ഡാർക്ക് റൂം അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വേണം ഉറങ്ങാൻ എന്നൊരു വാശിയൊന്നും എനിക്കില്ല. ഓക്കെ. സോ ഇപ്പം അതൊരു പെർഫെക്റ്റ് സാങ്ച്വറി ഫോർ സ്ലീപ്പ് ഉണ്ടാക്കുമെന്ന് വെച്ചു. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അത് ഉറങ്ങി പോകുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുമെന്ന് വെച്ചു. ആ സ്പേസിൽ എന്തൊക്കെ കാണും? The first priority will be of course it will be to the music. എനിക്ക് പാട്ട് കേട്ട് ഉറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതും ഭയങ്കര എക്സ്ട്രാ ടൈപ്പ് സോങ്സ് അല്ല, ഗസൽസ്, ഒരു മൂടി, ഒരു ഭയങ്കര ലോ പേസിൽ പോകുന്ന സോങ്സ്. എനിക്ക് മലയാളത്തിലാണെങ്കിൽ രാരി രാരി രണ്ടാരോ സോങ് ഒക്കെ ഇല്ലേ, വേണുഗോപാൽ പാടി അത്, പിന്നെ ലൈക്ക് ഉണരുമീ ഗാനം, ആ ഒരു ടൈപ്പ് സോങ് കേട്ട് ഉറങ്ങാ വെച്ചാൽ അത് ഞാൻ മലപ്പുറം ഉറങ്ങുന്നതല്ല, അത് കേട്ട് ഞാൻ കണ്ണടച്ച് കിടന്ന ഉറങ്ങിപ്പോ. ആ ഒരു ലെവല് സോങ്സ് എന്തായാലും എനിക്ക് നിർബന്ധമാണ്. പിന്നെ ഹെവി ഡിസ്റ്റർബിങ് വോയിസുകൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങുന്ന സമയത്ത്. അതിപ്പം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ചില വോയിസുകൾ വന്നാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഉറക്കത്തിന്റെ ഇടയ്ക്ക്, അങ്ങനത്തെ ഇത്. പിന്നെ ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും അല്ലാത്ത ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് സെറ്റ് ചെയ്യുക, അതൊക്കെ ആയിരിക്കും എന്റെ ഒരു മെയിൻ ആയിട്ടുള്ളത്. രീതി. കിടക്കുന്ന ബെഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ബെഡ് യൂഷ്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പില്ലോ ഇല്ലാതെ, അല്ലെങ്കിൽ വളരെ കട്ടി കുറഞ്ഞൊരു പില്ലോ യൂസ് ചെയ്ത് കിടക്കാനായിരിക്കും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. എനിക്ക് ഒരുപാട് തലയണ വെച്ച് കിടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് എന്റെ വീട്ടിൽ ബാക്കിയുള്ളവര്. വാപ്പിച്ചിക്കൊക്കെ ആണെങ്കിൽ തന്നെ 2 തലയണ 3 തലയണ ഒക്കെ വെച്ചേ കിടക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ അങ്ങനെ വെക്കുമായിരുന്നു. ഞാനൊരു 10ൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു തലകറക്കം അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് അവിടെ ഡോക്ടറാണ് പറഞ്ഞത്, തലകറക്കം അങ്ങനെ പ്രഷർ റിലേറ്റഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ ലെവലില് ബോഡി ഉണ്ടാവണം. അത് ഒരു ഭാഗത്ത് മാത്രം പൊങ്ങി തലയണ വെച്ച് അങ്ങനെ കിടക്കരുത്, അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അപ്പം ബെഡിന് ഭയങ്കര കംഫർട്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വേണം, ഉള്ളത് നല്ലതാണ്. അതായത് ഇപ്പൊ പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, നമ്മുടെ ബോഡിക്ക് ഒരു സ്ലീപ്പ് വേണം എന്നാണെങ്കിൽ വെറുതെ ഒരു തറ കിടന്നാലും കിടന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ക്ലാസ് റൂംസ്. നമ്മളൊരു ഡെസ്കിലാണെങ്കിൽ പോലും തല വെച്ച് കിടക്കാറില്ല, കിടന്നുറങ്ങി പോയിട്ടില്ലേ? അതായത് മേ ബി നമ്മളിവിടെ നമ്മുടെ ബെഡിൽ കിടക്കുന്നതിനെക്കാട്ടിലും കംഫോർട്ടിലും ആ ഒരു ലക്ഷറിയിൽ നമ്മുടെ ക്ലാസ്സിൽ
വിത്തൗട്ട് ഒരു ഫെസിലിറ്റി കിടന്നുറങ്ങിയിട്ടില്ലേ? തീർച്ചയായും. നിതിൻ എങ്ങനെയാണ്? ബെഡ് ഇമ്പോർട്ടന്റ് ആണോ? ബെഡ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇമ്പോർട്ടന്റ് ആണോ ഉറങ്ങാൻ? എന്നോടാണോ ചോദിച്ചത്? എന്നോടാണോ? നിനക്ക് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ബെഡ്, ഒരു എൻവയൺമെന്റ്, അതൊക്കെ പ്രോപ്പർ ആക്കിയാൽ മാത്രമേ ഉറങ്ങാൻ പറ്റൂ, അങ്ങനെ ഒരു അങ്ങനെ ഇതുണ്ടോ? ഇതുവരെയായിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻ തന്നിട്ടില്ലല്ലോ. അതാണ് ഒരു കാര്യം മനസ്സിൽ പറയുകയാണെങ്കിൽ. സോ ഇറ്റ്സ് ലൈക്ക് വന്ന സമയത്ത് നല്ലൊരു ബെഡെങ്കിലും ഉണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ മറ്റേ ഇടയ്ക്ക് ഒരു മൊഡ്യൂൾ ബ്രേക്കിനാണെന്ന് തോന്നുന്നു പോയിട്ട് വന്നപ്പോൾ ബെഡ് പോലും ഐ തിങ്ക് ഒരു ലോങ് ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇറ്റ് ഇസ് ലൈക്ക് അത് ബെഡ് പോലും ഇവിടെ ഇല്ലായിരുന്നു. അതിന് ഇവിടെ ഉള്ള ഏതെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യത്തേക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ ഞാനിപ്പോ ഒരു എന്റെ ഫേവറേറ്റ് രീതിയിൽ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അത് നല്ലൊരു കൂളായിട്ടുള്ളൊരു റൂം ആയിരിക്കണം. നല്ല ബ്ലാങ്കറ്റ് ഉണ്ടാവും. പിന്നെ പറ്റുവാണെങ്കിൽ കുറെ തലണകൾ ഉണ്ടാവും. പക്ഷെ തല വെച്ച് കിടക്കാനല്ല, ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഇങ്ങനെ വെച്ച് ആ കിടക്കാൻ. അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ മ്യൂസിക് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ടൊക്കെ നല്ല സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രെസ് ഒക്കെ ലൈഫിലൂടെ അനുഭവിച്ച സമയത്തൊക്കെ നീ പറഞ്ഞ പോലെ ഈ താരാട്ട് പാട്ട് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. സിരുത്തി എന്ന് പറഞ്ഞ തമിഴ് സിനിമയുണ്ട് മറ്റേ കാർത്തികിന്റെ. അതില് അറിയാം. ഒരു മറ്റേ പാട്ടുണ്ട്. ആ കൊച്ചിനെ അമ്മ പാടുന്ന ആ പാട്ടല്ലേ? യെസ് ആ പാട്ടൊക്കെ യെസ് അതൊക്കെ യെസ്, ഞാൻ വളരെ അതെന്റെ ഫേവറേറ്റ് ആയിരുന്നു. അത് വളരെ ഒരു എന്താ വീക്ക്നെസ് ആയിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ഓഫാ. അങ്ങനത്തെ ടൈപ്പ് ഇതായിരുന്നു. സോ ലൈക്ക് അപ്പോഴെന്ന് വെച്ചാൽ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക, അമ്മ അച്ഛൻ എല്ലാവരും ഗൾഫിലാണ്. സോ അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നല്ലൊരു ലൈക്ക് ഒരു കംഫർട്ട് തരുമായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ മീൻസ് അങ്ങനത്തെ ഒരു ഏരിയയിൽ കിടന്ന് ഉറങ്ങാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു ബെഡൊക്കെ ആണെങ്കിൽ ഇഷ്ടം. എനിക്കിങ്ങനെ ഒതുങ്ങി കിടന്നൊക്കെ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ അങ്ങനെ കിടക്കുന്നു. നമുക്ക് വലിയൊരു സ്പേഷ്യസ് ബെഡും അത്രയും വലിയ സെറ്റപ്പ് ആണ് നല്ലത്. അത് ഡ്രീം സ്പേസ് എന്നൊക്കെ പറയും. കിടന്നുറങ്ങാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ അറിയാം. ഒരു കിങ് സൈസ് ബെഡിൽ ഇങ്ങനെ ഒറ്റ കിടക്കും. ഇപ്പൊ കുറെ പേര് ഈ സ്ലീപ്പ് റൂം അല്ലെ ഒരു ബെഡ്റൂം അതിനുവേണ്ടി വളരെ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു കംഫോർട്ട് സെറ്റ് ചെയ്യാനും അങ്ങനെ യെസ് തോന്നിയിട്ടുണ്ടോ? യെസ് ഇപ്പം അപ്പൊ ഉണ്ട്. ആൾക്കാരിലേക്ക് ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് സ്റ്റഡീസ് നടത്തുന്നുണ്ട് ആൾക്കാർ. ഈവൻ ജാപ്പനീസ് പാരന്റിന് ടെക്നോളജി വരെ ആൾക്കാരെടുത്തിട്ട് മാട്രസിലോട്ട് അവരത് മാക്സിമം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആൾക്കാരുടെ സ്ലീപ്പ് സൈക്കിൾ മൊത്തം പഠിക്കാൻ പറ്റുന്നു. അതിനനുസരിച്ച് അവർക്ക് അതിലുള്ള ചേഞ്ചസ് വരുത്തുക. നിങ്ങളുടെ നേരത്തെ പറഞ്ഞുള്ള ഐഡിയ പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ആൾക്കാർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആക്ച്വലി സ്ലീപ്പ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്ലീപ്പി ഹെഡ് എന്ന് പറഞ്ഞ വേറെ കമ്പനീസ് എല്ലാം ടെക്നോളജി ഇതിലോട്ട് ഇൻഡൽജ് ചെയ്തിട്ട് എത്രത്തോളം സ്ലീപ്പിനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്നു, എത്രത്തോളം അത് ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കാൻ പറ്റുന്നു എന്നൊക്കെ നോക്കാൻ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു NRIs അല്ലെ എലൈറ്റ് ക്ലാസ്സുള്ള ആൾക്കാരൊക്കെ ഈ സ്ലീപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയാം. നമ്മൾ ഈ മിഡിൽ ക്ലാസ് അല്ലെ വർക്കിംഗ് ക്ലാസ് മെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്ലീപ്പ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റിയിൽ. ഫാമിലി റെസ്പോൺസിബിലിറ്റീസും കാര്യം വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് കൊടുത്തത്. നമ്മുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ നോക്കത്തില്ല. അൺലെസ് ആൻഡ് അൺടിൽ അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എനിക്ക് ഉറങ്ങണം, എന്റെ ബ്ലഡ് പ്രഷർ ഹൈ ആണ്, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് ഹൈപ്പർ ടെൻഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടേ ഉറക്കവും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. സോ നീ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ആൾക്കാർ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സ്ലീപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈവൻ നീ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആൻഡ് ഹീസ് ലൈക്ക് ഭയങ്കര ഒരു $1 million പ്രോജക്റ്റ് ആണ്. വാട്ട് ഹി ഡസ് ഇസ് ലൈക്ക് റിവേഴ്സിങ് ഏജ് റിവേഴ്സ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് അതിൽ ഏറ്റവും വലിയ ഫാക്ടർ തന്നെ ഈ സ്ലീപ്പിന്റെ ഒരു കാര്യമാണ്. ഹൗ ഹി ഗെറ്റ്സ് പ്രോപ്പർ സ്ലീപ്പ്. അയാൾ ഒറ്റയ്ക്കാണ് കിടക്കുന്ന ഒരു റൂമിൽ, ഫുള്ള് നോ ടെക്നോളജി നത്തിങ്, ഫുൾ ഡാർക്ക് ലൈറ്റിൽ നല്ല നീ പറഞ്ഞ ഒരു കറക്റ്റ് റൂം ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്. അതിലാണ് കിടന്നുറങ്ങുന്നത്. ലൈക്ക് ലിറ്ററലി റിവേഴ്സസ് സ്ലീപ്പ്. എത്രത്തോളം നമ്മൾ സ്ലീപ്പ് കിട്ടാതിരിക്കുന്നോ നമ്മുടെ ഏജിങ് ഡബിൾ ആവുന്നൊക്കെയാണ് പറയുന്നത്. 2 times ഫാസ്റ്റ് ആയി ഈ സെല്ലിന്റെ ഡിവിഷനും കാര്യങ്ങളും സെൽ ഏജിങ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതെല്ലാം പഠിച്ചിട്ട് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത സ്ലീപ്പിൽ തന്നെയായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇമ്പോർട്ടൻസ് സ്ലീപ്പിന് ഉണ്ടെന്നും. ലൈക്ക് ആൾക്കാർ ഇപ്പൊ ഏറ്റവും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറും സ്ലീപ്പ് തന്നെയാണ്. ബെഡിൽ കിടക്കാൻ ചാൻസ് കിട്ടിയാലും ഉറങ്ങാനുള്ളത് കണ്ടെങ്കിലും ഫോണിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. റീൽസ് ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അത് തന്നെ നമുക്ക് എത്ര മണിക്കൂറാണ് കളയുന്നത്. റൈറ്റ്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. അതായത് എന്റെ ലൈഫിലെ തന്നെ ഉറക്കത്തിൽ ഒരു മെജോറിറ്റി പോർഷനും സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അതിപ്പോഴാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നോർമലി വെറുതെ കണ്ണടച്ച് കിടക്കുന്നതിന് നമ്മൾ എന്തായാലും ആ ഫോൺ എടുത്ത് എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം ഈ ഒരു റീസെന്റ് ആയിട്ട് ഒരു ട്രെൻഡ് ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്മാർട്ട് ഫോൺസ് വന്നുകൊണ്ടാണ് സ്ക്രീൻ ടൈം കൂടാനും ആൾക്കാർ അതിലോട്ട് അത്ര ഇന്റലിജ് ചെയ്തിരിക്കാനുള്ളത്. അതിന് പകരം ഇപ്പൊ ഡം ഫോൺസ് എന്ന് പറഞ്ഞൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ലൈക്ക് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ടല്ലോ, ടച്ച് സ്ക്രീൻ തന്നെ ആയിരിക്കും. യു ക്യാൻ കോൾ, ടെക്സ്റ്റ്, അങ്ങനത്തെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവും. യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഒന്നും കാണത്തില്ല. ഇറ്റ് ജസ്റ്റ് ബി വെരി ബേസിക് തിങ്സ് ആൻഡ് ദെൻ യു ക്യാൻ ലൈക്ക്
സ്ക്രോൾ ടു ദാറ്റ്, അല്ലെങ്കിൽ അതിനെ മാത്രം യൂസ് ചെയ്യുക. അതായത് കീപാഡിന്റെ സാധനം ഡയറക്റ്റ്ലി മാറ്റി ടച്ച് സ്ക്രീൻ ആക്കിയെന്നേ ഉള്ളൂ. സോ ആൾക്കാർക്ക് ആ ഒരു സ്ക്രീൻ ടൈമിലോട്ട് പോയി ഉറക്കമില്ലായ്മ, അല്ലെ ബ്ലൂ ലൈറ്റ് അടിച്ച് കണ്ണിനുള്ള ഇഷ്യൂസും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ എന്താ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാൻ പറ്റുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു ഡം ഫോൺസ് ഡെഫിനറ്റ്ലി. യെസ് യെസ് യെസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഫോർ ബൈ.